ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് ആണ് കൊണ്ടുവന്നിട്ട് നല്ല ചൂടോടെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ആണ്. ഇത് ഞങ്ങളുടെ ഏരിയയിലൊക്കെ പണ്ട് മുതൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് അരിപ്പൊടി വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഗോതമ്പ് മാവോ മൈദ മാവോ എന്ത് വേണമെങ്കിലും വെച്ച് ചെയ്യാം. അപ്പോൾ ടേസ്റ്റിൽ ഒരു കുഞ്ഞു വ്യത്യാസം അത്രേ ഉണ്ടാവുള്ളൂ. മൂന്നാണേലും അടിപൊളിയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒതൻറ്റിക് ആയിട്ടുള്ള ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഞാനിവിടെ 1/2 ലിറ്റർ പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി കയ്യിലുള്ളവർ മാത്രം ചേർത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. പക്ഷെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അധികം പാൽപ്പൊടിയൊന്നും ചേർക്കാറില്ല, അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത് നമ്മളൊരു മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അടുത്ത് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നെയ്യ് കൂടുതൽ ഇഷ്ടമില്ലാത്തവർ കുറച്ചെടുത്താൽ മതി. ഇനി ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പമുള്ള ചെറിയുള്ളിയാണ്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് പാലൊഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ചെറിയുള്ളി നല്ലോണം ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. നല്ല ബ്രൗൺ കളർ ആവണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കുന്നില്ല, കുറച്ചേ വറ്റിക്കുന്നുള്ളൂ. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഏകദേശം ഇട്ടിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, ആദ്യമേ ചേർക്കണ്ട. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്ല ഏലക്ക കുത്തിയിട്ടാലും മതിയാവും. 2-3 ഏലക്ക ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിനി ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചാൽ മതി. കാരണം അരിപ്പൊടി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നല്ല വെള്ളം പോലെയാണ് ഞാനിത് ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു ഇത്തിരിയെ വറ്റിയിട്ടുണ്ടാവുള്ളൂ. ഒരു 5-10% ഒന്ന് വറ്റിയിട്ടുണ്ടാവുള്ളൂ. കാരണം ഇത് നമ്മളിങ്ങനെ ചായ കുടിക്കണ പോലെ തന്നെ നല്ല ചൂടോടെ വലിച്ച് ഊതി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ചുമ്മാ പറയുന്നതല്ല. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിതിന് തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് വേവിച്ചാൽ മതിയാവും. കാരണം നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യല്ലേ. ട്രൈ ചെയ്താൽ മാത്രം പോരാട്ടോ, എൻ്റെ അടുത്ത് പറയും വേണം ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലത്തെ നല്ല കിഡിലനായിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.